അടുത്ത തവണ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു BJP മേയർ ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് BJPയുടെ വലിയൊരു അവകാശവാദമായിരുന്നു. ഇത്തവണ BJP തിരുവനന്തപുരം പിടിച്ചു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, VV രാജേഷാണ് മേയർ. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ VV രാജേഷിന് ചെല്ലാൻ കഴിയില്ല. അത് തീർത്തും സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹം നോക്കുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം മേയർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഈ രണ്ട് പരിപാടികളിലും, പുത്തരിക്കണ്ടത്തെ പരിപാടിയിലും അത് കഴിഞ്ഞ് BJP നേതാക്കളുടെ BJP പ്രവർത്തകരുടെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ആ വേദിയിൽ VV രാജേഷ് ആദ്യം ഉണ്ടാകേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി വരുമ്പോൾ BJP മേയർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അതാണ് പ്രോട്ടോകോൾ. എന്തായാലും എല്ലായിടത്തും വലിയ തിരക്കാണ്. വേദികളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. നമുക്ക് അയ്യപ്പന്റെ പ്ലക്കാർഡുകൾ വരെ ഉയർത്തി നമുക്ക് പുത്തരിക്കണ്ടത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ BJP പതാക മാത്രമല്ല കാണുന്നത്, അയ്യപ്പന്റെ പ്ലക്കാർഡുകൾ വരെ ഉയർത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞുണ്ട്. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, BJPയെ സംബന്ധിച്ച് അവർ പറഞ്ഞ 45 ദിവസം എന്ന് പറയുന്നത് അത്രയും പോയില്ല. 27ാം ദിവസം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ്. ഇനി അറിയേണ്ടത് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി, തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത് കേരളത്തിൽ. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ സിൽവർ ലൈനിന് പകരം ഒരു അതിവേഗ റെയിൽ പാത, അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ ഹരി? പുത്തരിക്കണ്ടം മൈതാനത്തെ രണ്ട് വേദികൾ, അതിൽ റെയിൽവേയുടെ പരിപാടി കഴിഞ്ഞ് നേരെ BJPയുടെ പരിപാടിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാൻ പുത്തരിക്കണ്ടം മൈതാനത്തെ വേദി ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുന്ന് BJPയുടെ പതാകകൾക്കൊപ്പം നമുക്ക് വേണം വികസിത കേരളം എന്ന പ്ലക്കാർഡുകൾക്കൊപ്പം നന്ദി മോദി എന്ന് നരേന്ദ്രമോദിയുടെ പ്ലക്കാർഡ്, അതിനൊപ്പം തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്നെഴുതിയ അയ്യപ്പന്റെ ചിത്രമടങ്ങിയ പ്ലക്കാർഡ്. അങ്ങനെ ഒരു കയ്യിൽ മോദിയുടെ പടമാണെങ്കിൽ മറ്റൊരു കയ്യിൽ അയ്യപ്പന്റെ പടവും ഏന്തിയാണ് BJP പ്രവർത്തകർ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വലിയ വിപുലമായ പരിപാടി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ, അതായത് നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചതിന് ശേഷം നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്നുള്ള രീതിയിൽ ഉപരി നരേന്ദ്രമോദിയെ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഈ ബ്ലൂ പ്രിന്റ് പോലുള്ള അത്തരം നടപടികളിലേക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കില്ല. പകരം വികസനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് പ്രഖ്യാപിക്കുക. ഈ 3 ജില്ലകളിലെയും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി 3 ജില്ലകളിലെയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തായിരിക്കും നരേന്ദ്രമോദി സംസാരിക്കുക. കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്നും നഗരവികസന രേഖ അവതരിപ്പിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് BJPയുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞു. വികസന രേഖയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കില്ല. ഇപ്പോ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ ഇപ്പം അധികാരത്തിലേക്ക് വന്നിട്ട് 27 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ സമയം കുറവാണ്. അവരുടെ 1 മാസം തികച്ചായിട്ടില്ല BJP അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് അവസാനം അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയാത്തവ പ്രഖ്യാപിക്കേണ്ട, ചെയ്യാൻ കഴിയുന്നത് എന്തോ, കാരണം സംസ്ഥാന സർക്കാരുമായൊക്കെ ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് തദ്ദേശ വകുപ്പുമായി. അപ്പോൾ ആ രീതിയിലുള്ള ആലോചനകൾ കഴിഞ്ഞ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതിനു ശേഷം മതി പ്രഖ്യാപനം എന്നുള്ളതാണോ BJPയുടെ തീരുമാനം? അതെ, അത് ഉറപ്പായിട്ടും ജാഗ്രതയോടെ മാത്രമേ BJP അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. കാരണം BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പ്രഖ്യാപനമായിരുന്നു, ആ തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ പ്രഖ്യാപനമായിരുന്നു നരേന്ദ്രമോദിയെ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന്. അത് അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 45 ദിവസം തികയുന്നതിന് മുൻപേ തന്നെ BJPയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ BJP കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും പ്രഖ്യാപനങ്ങൾ വെറുതെ ഒരു ജനങ്ങൾക്ക് പാഴ്വാക്കായി നൽകാതെ കൃത്യമായ ജാഗ്രതയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ച് പറയുന്നതാണ് BJPക്ക് നല്ലത്. അത് BJPക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ വികസനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചുമ്മാ ജനങ്ങൾക്ക് വെറുതെ ഒരു ആശ കൊടുക്കുന്നതിന് പകരം
സംസ്ഥാന സർക്കാരുമായും പിന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് പ്രായോഗിക യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർ തന്നെ നമ്മോട് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷിച്ച് മാത്രം, അതായത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് വാഗ്ദാനമായി നൽകുക, അത് BJP നടപ്പാക്കുകയും ചെയ്യും. ആ കാര്യങ്ങളായിരിക്കും BJP പറയുക. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉപരി അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മേയർ എത്തില്ല. നമുക്കറിയാം തിരുവനന്തപുരം, കേരളത്തെ സംബന്ധിച്ച് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക വലിയൊരു നേട്ടമാണ്. അന്ന് അപ്പോൾ പ്രധാനമന്ത്രി അതിനുശേഷം ആ നേട്ടത്തിന് ശേഷം തലസ്ഥാനത്തേക്ക് വരുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ VV രാജേഷ് ഇല്ല മേയർ ഇല്ല എന്നുള്ളതാണ്. പ്രശാന്ത് കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത് സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടല്ലേ? കാരണം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കാൻ മേയർക്ക് കഴിയില്ല. 3 ദിവസം മുൻപ് മേയറുടെ ഔദ്യോഗിക വാഹനം അവിടെ നൽകേണ്ടതുണ്ട്. അതൊക്കെ പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ VV രാജേഷ് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ഇവിടെ പുത്തരിക്കണ്ടത്തെ പരിപാടിയാണെങ്കിലും ശരി, BJP യോഗവുമാണെങ്കിലും ശരി, അതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടത് VV രാജേഷ് അല്ലേ?